പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആമോസ് പ്രവചനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ആമോസിൻ്റെ ജന്മദേശം. ഉത്തരം: തെക്കോവ. ആമോസ് 1:1. ക്വസ്റ്റ്യൻ: ആമോസ് പ്രവാചകൻ്റെ കാലത്ത് യഹൂദ ഭരിച്ച രാജാവ്. ഉത്തരം: ഉസിയാവ്. ആമോസ് 1:1. ക്വസ്റ്റ്യൻ: ആമോസ് പ്രവാചകൻ്റെ കാലത്തെ ഇസ്രായേൽ രാജാവ്. ഉത്തരം: യൊരോബയാം. ആമോസ് 1:1. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ രാജാവായ യൊരോബയാം ആരുടെ മകൻ? ഉത്തരം: യോവാഷിൻ്റെ. 1:1. ക്വസ്റ്റ്യൻ: ആമോസിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് ഏത് സ്ഥലത്തിൻ്റെ പേരോടു കൂടിയാണ്? ഉത്തരം: തെക്കോവ. ആമോസ് 1:1. ക്വസ്റ്റ്യൻ: ഏത് കൊടുമുടി വാടിപ്പോകുമെന്നാണ് ആമോസ് പറഞ്ഞത്? ഉത്തരം: കർമ്മേലിൻ്റെ. 1:2. ക്വസ്റ്റ്യൻ: ആരുടെ ഗൃഹത്തിൽ യഹോവ ഒരു തീ അയക്കുമെന്നാണ് ആമോസ് പറഞ്ഞത്? ഉത്തരം: ഹസായേൽ ഗൃഹത്തിൽ. 1:4. ക്വസ്റ്റ്യൻ: ആരുടെ ഗൃഹത്തിലെ തീയാണ് ബെൻഹദദിൻ്റെ അരമന ദഹിപ്പിക്കുന്നത്? ഉത്തരം: ഹസായേൽ ഗൃഹത്തിൻ്റെ. 1:4. ക്വസ്റ്റ്യൻ: ആരുടെ ഓടാമ്പലാണ് യഹോവ തകർത്തത്? ഉത്തരം: ദമ്മേശെക്കിൻ്റെ. 1:5. ക്വസ്റ്റ്യൻ: ബദ്ധന്മാരായി കീറിലേക്ക് പോകേണ്ടി വരും എന്ന് ആമോസ് പ്രവചിച്ചതാരെക്കുറിച്ച്? ഉത്തരം: അരാമ്യർ. 1:5. ക്വസ്റ്റ്യൻ: ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയത് ആരുടെ അതിക്രമം നിമിത്തമാണ്? ഉത്തരം: ഗസ്സയുടെ. 1:6. ക്വസ്റ്റ്യൻ: അസ്തോദിൽ നിന്ന് നിവാസികളെ ഛേദിച്ചു കളയുന്ന യഹോവ എവിടെ നിന്നാണ് ചെങ്കോൽ പിടിക്കുന്നവനെ ഛേദിച്ചു കളയുന്നത്? ഉത്തരം: അസ്കലോനിൽ നിന്ന്. 1:8. ക്വസ്റ്റ്യൻ: യഹോവ തൻ്റെ കൈ ആരുടെ നേരെ തിരിക്കുമെന്നാണ് ആമോസ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: എക്രോൻ്റെ. 1:8. ക്വസ്റ്റ്യൻ: ആരിൽ ശേഷിപ്പുള്ളവർ നശിച്ചു പോകുമെന്നാണ് യഹോവയായ കർത്താവ് അരുളി ചെയ്തത്? ഉത്തരം: ഫെലിസ്ത്യരിൽ. 1:8. ക്വസ്റ്റ്യൻ: സഹോദര സഖ്യത ഓർക്കാതെ ബദ്ധന്മാരെ ആസകലം ഏദോമിന് ഏൽപ്പിച്ചു കളഞ്ഞത് ആരുടെ 3-4 അതിക്രമം നിമിത്തമാണ്? ഉത്തരം: സോരിൻ്റെ. 1:9. ക്വസ്റ്റ്യൻ: സോരിൻ്റെ മതിലിനകത്ത് ഒരു തീ അയച്ച് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയുന്നതാര്? ഉത്തരം: യഹോവ. 1:10. ക്വസ്റ്റ്യൻ: തൻ്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്നത് ആര്? ഉത്തരം: ഏദോം. 1:11. ക്വസ്റ്റ്യൻ: സഹതാപം വിട്ടുകളയുകയും ദ്വേഷം സദാകാലം വെച്ചുകൊള്ളുകയും ചെയ്തവനാര്? ഉത്തരം: ഏദോം. 1:11. ക്വസ്റ്റ്യൻ: തേമാനിൽ യഹോവ അയക്കുന്ന തീ എവിടുത്തെ അരമനകളെയാണ് ദഹിപ്പിച്ചു കളയുന്നത്? ഉത്തരം: ബൊസ്രയിലെ. 1:12. ക്വസ്റ്റ്യൻ: ഗിലെയാദിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞവർ ആര്? ഉത്തരം: അമ്മോന്യർ. 1:13. ക്വസ്റ്റ്യൻ: അത് യുദ്ധ ദിവസത്തിലെ ആർപ്പോടും പിശറുള്ള നാളിലെ കൊടുങ്കാറ്റോടും കൂടെ അതിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഏത്?
ഉത്തരം രബ്ബയുടെ മതിലിനകത്ത് യഹോവ അയക്കുന്ന തീ 1:14. ക്വസ്റ്റ്യൻ: അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, അവനും അവൻ്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ എന്ന് യഹോവ അരുളിച്ചെയ്തത് ആരെക്കുറിച്ചാണ്? ഉത്തരം രബ്ബയെക്കുറിച്ച്. 1:15. ക്വസ്റ്റ്യൻ: ഏദോം രാജാവിൻ്റെ അസ്ഥികളെ ചുട്ടു കുമ്മായമാക്കി കളഞ്ഞത് ആരാണ്? ഉത്തരം മോവാബ്. 2:1. ക്വസ്റ്റ്യൻ: മോവാബിൽ അയക്കുന്ന തീ ആരുടെ അരമനകളെയാണ് ദഹിപ്പിച്ചു കളയുന്നത്? ഉത്തരം കെരിയോത്തിൻ്റെ. 2:2. ക്വസ്റ്റ്യൻ: കലഹത്തോടും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ മരിക്കുന്നതാര്? ഉത്തരം മോവാബ്. 2:2. ക്വസ്റ്റ്യൻ: യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെയിരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന വ്യാജമൂർത്തികളാൽ തെറ്റി നടക്കുകയും ചെയ്തതാര്? ഉത്തരം യഹൂദ. 2:4. ക്വസ്റ്റ്യൻ: യഹൂദയിൽ യഹോവ അയക്കുന്ന തീ എവിടുത്തെ അരമനകളെയാണ് ദഹിപ്പിച്ചു കളയുന്നത്? ഉത്തരം യെരുശലേമിലെ. 2:5. ക്വസ്റ്റ്യൻ: ആരെയാണ് ഒരു കൂട്ട് ചെരുപ്പിന് വിറ്റ് കളഞ്ഞത്? ഉത്തരം ദരിദ്രനെ. 2:6. ക്വസ്റ്റ്യൻ: നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും വിറ്റുകളഞ്ഞതാര്? ഉത്തരം ഇസ്രായേൽ. 2:6. ക്വസ്റ്റ്യൻ: എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്യുന്നതാര്? ഉത്തരം ഇസ്രായേൽ. 2:7. ക്വസ്റ്റ്യൻ: ദേവദാരുക്കളെപ്പോലെ ഉയരവും കരുവേലകത്തെപ്പോലെ ശക്തിയും ഉണ്ടായിരുന്നവൻ ആര്? ഉത്തരം അമോര്യൻ. 2:9. ക്വസ്റ്റ്യൻ: ആരുടെ ദേശത്തെ കൈവശമാക്കേണ്ടതിനാണ് ദൈവം ഇസ്രായേലിനെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തിയത്? ഉത്തരം അമോര്യൻ്റെ. 2:10. ക്വസ്റ്റ്യൻ: യഹോവ ഇസ്രായേൽ മക്കളുടെ പുത്രന്മാരിൽ ചിലരെ എന്തായിട്ടാണ് എഴുന്നേൽപ്പിച്ചത്? ഉത്തരം പ്രവാചകന്മാരായി. 2:11. ക്വസ്റ്റ്യൻ: ആരെയാണ് യഹോവ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് വ്രതസ്ഥന്മാരായി എഴുന്നേൽപ്പിച്ചത്? ഉത്തരം യൗവനക്കാരിൽ ചിലരെ. 2:11. ക്വസ്റ്റ്യൻ: കറ്റ കയറ്റിയ വണ്ടി അമർത്തുന്നതുപോലെ യഹോവ ആരെയാണ് അവർ ഇരിക്കുന്നിടത്ത് അമർത്തിക്കളയുന്നത്? ഉത്തരം ഇസ്രായേലിനെ. 2:13. ക്വസ്റ്റ്യൻ: ആർക്കാണ് ശരണം നശിക്കുന്നത്? ഉത്തരം വേഗവാന്മാർക്ക്. 2:14. ക്വസ്റ്റ്യൻ: ആരുടെ ശക്തി നിലനിൽക്കുകയില്ല? ഉത്തരം ബലവാൻ. 2:14. ക്വസ്റ്റ്യൻ: ആരാണ് തൻ്റെ ജീവനെ രക്ഷിക്കാത്തത്? ഉത്തരം 1 വീരൻ, 2 കുതിര കയറി ഓടുന്നവൻ. 2:14-15. ക്വസ്റ്റ്യൻ: വീരന്മാരിൽ ധൈര്യമേറിയവൻ അന്നാളിൽ നഗ്നനായി ഓടിപ്പോകും എന്ന് പ്രവചിച്ചതാര്? ഉത്തരം ആമോസ്. 2:16. ക്വസ്റ്റ്യൻ: ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് യഹോവ ആരെ മാത്രമാണ് തെരഞ്ഞെടുത്തത്?
ഉത്തരം ഇസ്രായേൽ മക്കളെ. 3:2. ക്വസ്റ്റ്യൻ: രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? വാക്യം ഏത്? ഉത്തരം ആമോസ് 3:3. ക്വസ്റ്റ്യൻ: ജനം പേടിക്കുന്നത് എപ്പോൾ? ഉത്തരം നഗരത്തിൽ കാഹളം ഊതുമ്പോൾ. 3:6. ക്വസ്റ്റ്യൻ: അവർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ചു നടക്കുമോ? ആര്? ഉത്തരം രണ്ടുപേർ. 3:3. ക്വസ്റ്റ്യൻ: യഹോവയായ കർത്താവ് ഏതൊരു കാര്യവും ചെയ്യുന്നതിനു മുമ്പ് ആർക്കാണ് തൻ്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ഉത്തരം പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക്. 3:7. ക്വസ്റ്റ്യൻ: യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ എന്ന് രേഖപ്പെടുത്തിയതാര്? ഉത്തരം ആമോസ്. ആമോസ് 3:6. ക്വസ്റ്റ്യൻ: തങ്ങളുടെ അരമനകളിൽ എന്ത് സംഗ്രഹിച്ചു വയ്ക്കുന്നവരാണ് ന്യായം പ്രവർത്തിപ്പാൻ അറിയാതെ പോകുന്നത്? ഉത്തരം അന്യായവും സാഹസവും. 3:10. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ കേട്ട് ഏത് ഗൃഹത്തോട് സാക്ഷീകരിക്കണമെന്നാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്? ഉത്തരം യാക്കോബ് ഗൃഹത്തോട്. 3:13. ക്വസ്റ്റ്യൻ: ഇസ്രായേലിൻ്റെ അതിക്രമങ്ങൾ നിമിത്തം അവരെ സന്ദർശിക്കുന്ന നാളിൽ ബലിപീഠത്തിൻ്റെ കൊമ്പുകൾ മുറിഞ്ഞു നിലത്തു വീഴുവാൻ തക്കവണ്ണം യഹോവ സന്ദർശിക്കുന്നത് എന്തിനെ? ഉത്തരം ബഥേലിലെ ബലിപീഠങ്ങളെ. 3:14. ക്വസ്റ്റ്യൻ: ഇസ്രായേലിലെ ഹേമന്തഗൃഹവും ഗ്രീഷ്മഗൃഹവും ദന്തഭവനങ്ങളും വീടുകളും തകർത്തു കളയുന്നതാര്? ഉത്തരം യഹോവ. 3:14-15. ക്വസ്റ്റ്യൻ: ദൈവം തകർത്തു കളയും എന്ന് പറഞ്ഞ 2 ഗൃഹങ്ങൾ? ഉത്തരം ഹേമന്തഗൃഹം, ഗ്രീഷ്മഗൃഹം. 3:15. ക്വസ്റ്റ്യൻ: ഇസ്രായേലിലെ സ്ത്രീകളെ ആമോസ് വിശേഷിപ്പിക്കുന്നതെങ്ങനെ? ഉത്തരം ശമര്യ പർവ്വതത്തിലെ ബാശാന്യ പശുക്കൾ. 4:1. ക്വസ്റ്റ്യൻ: എന്തൊക്കെ വരുത്തിയിട്ടും ഇസ്രായേൽ മക്കൾ തന്നിലേക്ക് തിരിഞ്ഞില്ല എന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം പല്ലിൻ്റെ വെടിപ്പും അപ്പത്തിൻ്റെ കുറവും. 4:6. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കളുടെ തോട്ടങ്ങളെയും മുന്തിരിപ്പറമ്പുകളെയും അത്തിവൃക്ഷങ്ങളെയും ഒലിവ് മരങ്ങളെയും പലപ്പോഴും തിന്നുകളഞ്ഞത് എന്ത്? ഉത്തരം തുള്ളൻ. 4:9. ക്വസ്റ്റ്യൻ: എന്തെല്ലാം കൊണ്ടാണ് യഹോവ ഇസ്രായേൽ മക്കളെ ശിക്ഷിച്ചത്? ഉത്തരം വെൺകതിർ, വിഷമഞ്ഞ്. 4:9. ക്വസ്റ്റ്യൻ: നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു. ആരെക്കുറിച്ചാണ് യഹോവ ഇപ്രകാരം അരുളി ചെയ്തത്? ഉത്തരം ഇസ്രായേൽ മക്കളെക്കുറിച്ച്. 4:11. ക്വസ്റ്റ്യൻ: യഹോവ ഏതെല്ലാം പട്ടണങ്ങളെയാണ് ഉന്മൂലനാശം ചെയ്തത്? ഉത്തരം സോദോമിനെയും ഗൊമോറയെയും. 4:11. ക്വസ്റ്റ്യൻ: നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ എന്തു ചെയ്യണം? ഉത്തരം ഒരുങ്ങിക്കൊള്ളുക. 4:12. ക്വസ്റ്റ്യൻ: ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്നവൻ്റെ നാമമെന്ത്? ഉത്തരം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. 4:13. ക്വസ്റ്റ്യൻ: അവൾ നിലത്തോട് പറ്റിക്കിടക്കുന്നു. ആര്? ഉത്തരം ഇസ്രായേൽ കന്യക. 5:2. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ഗൃഹത്തിൽ
1000 പേരുമായി പുറപ്പെട്ട പട്ടണത്തിൽ എത്ര പേർ മാത്രം ശേഷിക്കും എന്ന് പ്രവാചകൻ പറയുന്നു? ഉത്തരം 100 പേർ മാത്രം. 5-3. ക്വസ്റ്റ്യൻ: നാസ്തിയായി ഭവിക്കും എന്ന് യഹോവ പറഞ്ഞ സ്ഥലം? ഉത്തരം ബേഥേൽ. 5-5. ക്വസ്റ്റ്യൻ: യഹോവ എവിടെയാണ് ആർക്കും കെടുത്തുവാൻ കഴിയാത്ത ഒരു തീ പോലെ യോസെഫ് ഗൃഹത്തിന്മേൽ ചാടി അതിനെ ദഹിപ്പിച്ചു കളയുന്നത്? ഉത്തരം ബേഥേലിൽ. 5-6. ക്വസ്റ്റ്യൻ: നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തതാര്? ഉത്തരം ആമോസ്. 5-6. ക്വസ്റ്റ്യൻ: ന്യായത്തെ കാഞ്ഞിരം ആക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിയിട്ട് കളയുകയും ചെയ്യുന്നതാര്? ഉത്തരം ഇസ്രായേൽ ഗൃഹം. 5-7. ക്വസ്റ്റ്യൻ: ദരിദ്രരുടെ ന്യായം എവിടെ വെച്ചാണ് മറിച്ചു കളയുന്നത്? ഉത്തരം ഗോപുരത്തിങ്കൽ. 5-12. ക്വസ്റ്റ്യൻ: ഇത് ദുഷ്കാലമാകയാൽ ആരാണ് ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നത്? ഉത്തരം ബുദ്ധിമാൻ. 5-13. ക്വസ്റ്റ്യൻ: വിലാപിപ്പാൻ വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം പ്രലാപജ്ഞന്മാരെ. 5-16. ക്വസ്റ്റ്യൻ: യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ, ഒട്ടും പ്രകാശമില്ലാതെ അന്ധതമസ് തന്നെ എന്ന് പറഞ്ഞതാര്? ഉത്തരം ആമോസ്. 5-20. ക്വസ്റ്റ്യൻ: വറ്റാത്ത തോടുപോലെ എന്താണ് കവിഞ്ഞൊഴുകുന്നത്? ഉത്തരം നീതി. 5-24. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ഗൃഹം ഉണ്ടാക്കിയ നക്ഷത്രദേവൻ ആര്? ഉത്തരം കീയൂൻ. 5-26. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ഗൃഹം ചുമന്നുകൊണ്ട് നടന്ന രാജാവ് ആരാണ്? ഉത്തരം സിക്കൂത്ത്. 5-26. ക്വസ്റ്റ്യൻ: വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നവർ ആര്? ഉത്തരം ഇസ്രായേൽ ഗൃഹം. 6-5. ക്വസ്റ്റ്യൻ: ആരുടെ കേടിനെക്കുറിച്ചാണ് ഇസ്രായേൽ വ്യസനിക്കാതിരുന്നത്? ഉത്തരം യോസേഫിൻ്റെ. 6-6. ക്വസ്റ്റ്യൻ: നിവർന്ന് കിടക്കുന്നവരുടെ എന്ത് തീർന്നു പോകും? ഉത്തരം മദ്യപാനാഘോഷം. 6-7. ക്വസ്റ്റ്യൻ: കുതിര പാറമേൽ ഓടുമോ, അവിടെ കാളയെ പൂട്ടി ഉഴുമോ? വാക്യം ഏത്? ഉത്തരം ആമോസ്. 6-12. ക്വസ്റ്റ്യൻ: ന്യായത്തെ നഞ്ചായും നീതിഫലത്തെ കാഞ്ഞിരമായും മാറ്റിയിരിക്കുന്നവർ ആര്? ഉത്തരം ഇസ്രായേൽ ഗൃഹം. 6-12. ക്വസ്റ്റ്യൻ: മതിയാക്കേണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ആമോസ് യഹോവയായ കർത്താവിനോട്. 7-5. ക്വസ്റ്റ്യൻ: കർത്താവ് കയ്യിൽ തൂക്കുകട്ട പിടിച്ചു നിൽക്കുന്നത് കണ്ടതാര്? ഉത്തരം ആമോസ്. 7-7. ക്വസ്റ്റ്യൻ: കർത്താവ് എങ്ങനെയുള്ള മതിലിന്മേലാണ് നിന്നത്? ഉത്തരം തൂക്കുകട്ട തൂക്കിയുണ്ടാക്കിയ മതിൽ. 7-7. ക്വസ്റ്റ്യൻ: എവിടുത്തെ പുരോഹിതനായിരുന്നു അമസ്യാവ്? ഉത്തരം ബേഥേൽ. 7-10.
ക്വസ്റ്റ്യൻ: ആമോസ് ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മധ്യേ യൊരോബെയാമിനു വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം: ബഥേലിലെ പുരോഹിതനായ അമസ്യാവ്. 7:10. ക്വസ്റ്റ്യൻ: ആമോസിനെ എഡോദർശക എന്ന് സംബോധന ചെയ്തതാര്? ഉത്തരം: അമസ്യാവ്. 7:12. ക്വസ്റ്റ്യൻ: എഡോദർശക, യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക ആര് ആരോട് പറഞ്ഞു? ഉത്തരം: അമസ്യാവ് ആമോസിനോട്. 7:12. ക്വസ്റ്റ്യൻ: ബഥേലിലോ ഇനി പ്രവചിക്കരുത്, അത് രാജാവിൻ്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ ആര് ആരോട് പറഞ്ഞു? ഉത്തരം: അമസ്യാവ് ആമോസിനോട്. 7:13. ക്വസ്റ്റ്യൻ: ഏതാണ് രാജാവിൻ്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയും? ഉത്തരം: ബഥേൽ. 7:13. ക്വസ്റ്റ്യൻ: ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ആമോസ് അമസ്യാവിനോട്. 7:14. ക്വസ്റ്റ്യൻ: ആമോസ് ഇടയനും എന്തു പെറുക്കുന്നവനുമായിരുന്നു? ഉത്തരം: കാട്ടത്തിപ്പഴം. 7:14. ക്വസ്റ്റ്യൻ: ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു എന്ന് പറഞ്ഞതാര്? ഉത്തരം: ആമോസ്. ആമോസ് 7:15. ക്വസ്റ്റ്യൻ: ഒരു കൊട്ട പഴുത്ത പഴം ദർശനം കണ്ട പ്രവാചകൻ? ഉത്തരം: ആമോസ്. ആമോസ് 8:1-2. ക്വസ്റ്റ്യൻ: യഹോവ ആമോസിന് ഒരു കൊട്ട പഴുത്ത പഴം കാണിച്ചു കൊടുത്തിട്ട് എന്താണ് പറഞ്ഞത്? ഉത്തരം: എൻ്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു. 8:2. ക്വസ്റ്റ്യൻ: ആമോസ് 8:9 പറയുന്ന ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുമെന്ന പ്രവചനം എവിടെ നിറവേറി? ഉത്തരം: ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ. മത്തായി 27:45. ക്വസ്റ്റ്യൻ: യഹോവ യാഗപീഠത്തിനു മീതെ നിൽക്കുന്നത് കണ്ട പ്രവാചകൻ ആര്? ഉത്തരം: ആമോസ്. ആമോസ് 9:1. ക്വസ്റ്റ്യൻ: ഉത്തരങ്ങൾ കുലുങ്ങുമാറ് പോതികയെ അടിക്കാൻ ദൈവം ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ആമോസിനോട്. ആമോസ് 9:1. ക്വസ്റ്റ്യൻ: ഏത് കൊടുമുടിയിൽ ഒളിച്ചിരുന്നാലാണ് ദൈവം തിരഞ്ഞു പിടിക്കുന്നത്? ഉത്തരം: കർമ്മേൽ. 9:3. ക്വസ്റ്റ്യൻ: യഹോവ ആകാശത്തിൽ തൻ്റെ എന്താണ് പണിയുന്നത്? ഉത്തരം: മാളിക മുറികൾ. 9:6. ക്വസ്റ്റ്യൻ: സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് യഹോവ പകരുന്നത് എവിടെ? ഉത്തരം: ഭൂതലത്തിൽ. 9:6. ക്വസ്റ്റ്യൻ: യഹോവയായ കർത്താവിൻ്റെ ദൃഷ്ടി എവിടെയിരിക്കുന്നു? ഉത്തരം: പാപമുള്ള രാജ്യത്തിന്മേൽ. 9:8. ക്വസ്റ്റ്യൻ: അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കുന്നതാരെ? ഉത്തരം: ഇസ്രായേൽ ഗൃഹത്തെ. 9:9. ക്വസ്റ്റ്യൻ: ആമോസ് പ്രവചനം ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 30-ാമത്തെ പുസ്തകം. 9 അധ്യായങ്ങൾ, 145 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഈ പുസ്തകത്തിലെ ചെറിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? വലിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? ഉത്തരം: ചെറിയ അധ്യായം 4, 13 വാക്യങ്ങൾ.
വലിയ അദ്ധ്യായം 5 27 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.